ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ട് കഴിഞ്ഞ 26-ാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ആശയം റൈറ്റ് ടു റീകോൾ ആണ്. അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയമല്ല, എക്കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ ഇതൊരു സിനിമയാണ്. അപ്പോൾ സിനിമയിൽ ആസ്വദിക്കുന്ന രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് വിലയിരുത്തുക. ഇതിൽ റൈറ്റ് ടു റീകോളിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയുടെ എഴുത്തിൻ്റെ ഘട്ടത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായി ഒരു തോട്ട് ഈ സിനിമയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കും സഞ്ജുവിനും. അപ്പം ഞങ്ങളും സന്തോഷം കൊണ്ടിരുന്ന് ആലോചിച്ചു എന്താണ് ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇതൊരു സാധാരണ പൊളിറ്റിക്കൽ സിനിമ അല്ലാതെ എന്താണ് ഒരു തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ റൈറ്റ് ടു റീകോൾ എന്നൊരു കോൺസെപ്റ്റ്, അതായത് ജനപ്രതിനിധികൾ തൃപ്തികരമല്ലെങ്കിൽ അവരെ 5 വർഷത്തിന് മുമ്പ് തിരിച്ചു വിളിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു തോട്ട് ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടായ ഒരു തോട്ടാണെന്നാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത്. ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് പരിചയമുള്ള ആളായതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് സാറിനെയാണ് ആദ്യം വിളിച്ച് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിക്കും ഇങ്ങനൊരു തോട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, റൈറ്റ് ടു റീകോൾ എന്നാണ് എൻ്റെ പേര്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി. അങ്ങനെയാണ് ഈ തോട്ട് ഈ സിനിമയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതും ഈ തോട്ടിപ്പം ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ തിരക്കഥാകൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മമ്മൂക്ക വെച്ചുള്ള ആദ്യത്തെ സിനിമയാണ്. അത് ഞങ്ങൾ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അംഗീകാരവുമായി കാണുന്നു. സിനിമ സംസാരിക്കേണ്ട ശരിക്കും അതിന്റെ വ്യത്യാസമാണ്. എന്നുള്ള നിലയിലാണ് ക്വസ്റ്റ്യൻസ്. സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് കഥാപാത്രത്തെ നമുക്കാവുന്ന വിധത്തിൽ അഭിനയിക്കുന്നത് മാത്രമാണ്. ഈ സിനിമയിലെ ഒരു പ്രത്യേകത പലതും നമ്മളെ ആകർഷിക്കാറുണ്ട്. അങ്ങനെ ഈ സിനിമയെ ആകർഷിച്ചത് പക്ഷേ ഇതിപ്പോൾ പറഞ്ഞ ഈ റൈറ്റ് റീകോൾ എന്ന് പറയുന്ന ആശയം ഒരുപക്ഷെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയങ്ങളാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. നമുക്ക് തൃപ്തികരമല്ലാത്തൊരു ജനപ്രതിനിധി നമ്മളെ ജനപ്രതിനിധിയായിട്ട് നിൽക്കേണ്ട ആൾക്ക് തിരിച്ചു വരാൻ വേറെ ഒരാളെ വയ്ക്കാൻ കാലാവധി കഴിഞ്ഞു. അങ്ങനെയുള്ള ആശയങ്ങൾ യൂറോപ്പിലെ ചില പാർലമെന്റുകളല്ലാത്ത ഈ നമ്മുടെ ലോക്കൽ ബോഡികൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല പഞ്ചായത്തുകളിൽ അവിടെയൊക്കെ ഒരു പ്രമേയം പാസ്സാക്കിയോ ഒരു നിയമം പാസ്സാക്കിയോ ചെയ്യണമെങ്കിൽ ജനങ്ങൾ അത് വോട്ട് ചെയ്യുന്ന ഞങ്ങൾ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഒരു സ്ഥലത്ത് അത്രയും ആളുകൾ അത് പഞ്ചായത്തിന് ഒരു പുതിയ നിയമം വരികയാണ്. ജനങ്ങൾ അതിനെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങൾ അതിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള ഒരു അസസ്മെന്റിന് വേണ്ടി ഒരു വോട്ടിംഗ് ആണ്. അതുപോലെ ഇതും ആശയം പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് സിനിമയിൽ പലരും നമുക്കിങ്ങനെ സങ്കല്പിക്കുകയും നമ്മുടെ ഭാവനയിൽ ആണല്ലോ സിനിമയിലും കലാരൂപങ്ങളെല്ലാം അങ്ങനെയാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ആദ്യം തോന്നിയ ഒരു പ്രത്യേകത. പിന്നെ ഒരു കഥാപാത്രത്തിലുള്ള ഒരു പ്രത്യേകതയും ഒരുപക്ഷെ ആകർഷിച്ചു. ഇത് എത്രമാത്രമായി നടപ്പിലാക്കാൻ കഴിയുക? നമ്മുടെ ഇപ്പൊ സിനിമയാണ് എന്ന് മമ്മൂക്ക പറയുമ്പോൾ ഇത്തരമൊരു സംഭവങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എപ്പോഴും നല്ലത്. കേരളം പോലെയുള്ള ഈ സമൂഹത്തിൽ, കേരളത്തിലെ പല അഴിമതി കേസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ഉള്ള ആളുകളെ തിരിച്ചു പിടിക്കുക എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പൊതുജനത്തിൽ നിന്നുള്ള ഒരു ആശയവിനിമയം കൂടി നടത്തുന്നത് നല്ലതായിരിക്കില്ല. നിങ്ങൾ പരസ്പരം ഒരു ആശയവിനിമയം. ഞങ്ങൾ ആക്ച്വലി ഒരു ഫേസ്ബുക്ക് പോള് നടത്തിയിരുന്നു ഈ സിനിമ റിലീസായി കഴിഞ്ഞു. ഈ പൊതുജനങ്ങൾ ഈ ബില്ലിനോട് സപ്പോർട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പോള് നടത്തിയിരുന്നു. ഇതിനോടൊക്കെ ഏതോ ഒരു വളരെയധികം പേര് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. 90% ആൾക്കാരും അല്ലെങ്കിൽ 95% ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ബാക്കി 5% ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, അവര് ഇത് ഇവിടെ നടപ്പിലാകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ശരിക്കും പൊതുജനങ്ങളെല്ലാം ഇതിന് അനുകൂലമാണ് ഈ ബില്ലിന്.
മമ്മൂക്ക മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആളാണ്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മമ്മൂക്കയുടെ രാഷ്ട്രീയത്തിൽ ഈ റൈറ്റ് ടു റീകോൾ വരണം എന്നൊരാഗ്രഹം വ്യക്തിപരമായി ഉണ്ടോ? ഞാൻ രാഷ്ട്രീയം ഉള്ളിൽ സൂക്ഷിക്കുന്നില്ല. എനിക്ക് രാഷ്ട്രീയ നിലപാട് നിങ്ങളെ പോലുണ്ടെന്നല്ലാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഇതൊക്കെ വന്നാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന കേരള സമൂഹത്തിന് വണ്ണ് മുന്നോട്ട് വെക്കുന്ന ആശയം എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കരുതുന്നു? സ്വാധീനമല്ല, നമ്മളാരെയും സ്വാധീനിക്കുക എന്നൊരു സിനിമ അങ്ങനെ ആരെയും സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. സിനിമ വേറെയാണ്, പ്രൊട്ടീസ് വേറെയാണ്. നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചു, വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് തള്ളിക്കളയാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം. നമ്മൾ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വലിയൊരു കാര്യമല്ല പറഞ്ഞത്, അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യപ്പെട്ടേക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ ആരെയും അതുകൊണ്ട് സ്വാധീനിക്കുന്ന ഒരു സംഭവമില്ല. സിനിമയെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഇതായിട്ട് ഈ സിനിമയായിട്ട് സ്വാധീനിക്കുക എന്നുള്ള സംഭവം ഘടകമേ ഇല്ല. മമ്മൂക്കയ്ക്ക് ഈ കഥ കേട്ടപ്പോൾ ആദ്യം സ്പാർക്ക് ചെയ്ത ക്യാരക്ടറാണോ അതോ ഈ റൈറ്റ് ടു റീകോൾ അത് ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു? കഥാപാത്രമാണ്. ഈ ഓരോ സിനിമയും മമ്മൂക്ക കഥ കേൾക്കാൻ നേരത്തെ യഥാർത്ഥത്തില് എന്താണ് അതിൻ്റെ അകത്ത് ക്യാരക്ടറൈസേഷൻ്റെ അകത്ത് ഒരുപാട് മമ്മൂക്കയുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഈ ഡയറക്ടറോടക്കം പല ഡയറക്ടേഴ്സും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ കളക്ട് ചെയ്ത് വെക്കുകയും അത് ഇന്ന സിനിമയിൽ സ്ലാങ് ആയിട്ടും എന്താണ് മമ്മൂക്കയുടേതായിട്ടുള്ള ഒരു മാജിക്കൽ എന്താണ് ഇതുണ്ടല്ലോ, എന്താ പറയാ, അല്ല മമ്മൂക്കയുടേതായിട്ടുള്ള ഒരു എനിക്കെങ്ങനെ മാജിക്കൊന്നും അറിയാൻ കഥാപാത്രങ്ങളോടുള്ള ഒരു ഭയങ്കര ക്രമമല്ല, ഒരു ഭ്രാന്തോടാണ്. അങ്ങനെ ഈ ഞാൻ കാണുന്നവരെയൊക്കെ പോലെ വേണം ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ ജന്മം നടക്കുന്നതല്ല, കാരണം കൂടാനും കൂടി ആളുകളുടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഇതുപോലെയുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും കഥാപാത്രങ്ങളും വരുമ്പോൾ അതിനോട് ആഭിമുഖ്യം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്ന പലതും കണ്ടതും കേട്ടതും ഒക്കെ നമ്മുടെ യുവബോധ മനസ്സിൽ കിടപ്പുണ്ടാവും. അത് നമ്മളറിയാതെ തന്നെ ഈ കഥാപാത്രങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്നത് വേണം, ഇന്ന മാനറിസം എന്നൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പലരും അങ്ങനെ ആ സീനിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പക്ഷെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അത് ഈ സിനിമയിലും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു കഥ കേൾക്കുമ്പോൾ ഒരാൾ വരും, അത് ആ ആളായിട്ട് ഞാൻ കണ്ണാടി കാണുമ്പോൾ അതുപോലെ ആയിരിക്കും, അയാളാണ് ഞാനെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കരമായ സയൻസും ടെക്നോളജിയും ഒന്നും ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് കൊണ്ടു മാധ്യമങ്ങളോട് പോലെ തട്ടിക്കയറുന്ന ഒരു വ്യക്തി. ഈ മമ്മൂക്കയുടെ ഈ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ്. അത് എത്രമാത്രം മുഖ്യമന്ത്രിയുമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? സിനിമ കണ്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അത്ര ഒരു സ്വാധീനം എങ്ങനെ ചെലുത്തി? എനിക്കറിഞ്ഞൂടെ, അങ്ങനെ എനിക്ക് ഒരു അങ്ങനത്തെ സ്വാധീനങ്ങളൊന്നും ഞാൻ സിനിമയിൽ എനിക്ക് ഉണ്ടാകാറില്ല. ഞാനങ്ങനെ ഒരു ബയോപിക് ഒന്നും അല്ലല്ലോ സിനിമ, അതൊരു വേറെ രാഷ്ട്രീയമാണ്. ഈ സിനിമയിൽ ഒരുപാട് സാദൃശ്യങ്ങൾ പിണറായി വിജയനായിട്ടുണ്ട്, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിണറായി വിജയൻ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളെല്ലാ മുഖ്യമന്ത്രിയുടെ അത് നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയിലുള്ളതല്ല, എല്ലാവരും ആദ്യം സാമ്യമായിട്ട് പോകും. അല്ല അത് അങ്ങനെ, അത് നമ്മൾ ആ സിനിമയിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും കരകൽ ചന്ദ്രനുള്ള വ്യക്തിയെക്കാളും പിണറായി വിജയനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും മാനറിസംസ് മനസ്സിൽ വന്നിരുന്നോ? ഇല്ല, എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെയല്ലേ. രാഷ്ട്രീയത്തിൽ ഒരുപാട് പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ സെൻസർ കട്ടിൽ പാർട്ടി അധ്യക്ഷനായിട്ട് മാറിയത് വായിച്ചു കേട്ടിരുന്നു. വായിച്ചു കേട്ടല്ല, വായിച്ചു. അപ്പം അതിനെ കുറിച്ച് ഇല്ല, അത് നമ്മളങ്ങനെ സെൻസർ ബോർഡ് പറഞ്ഞിട്ട് അങ്ങനെ തരത്തിലുള്ള ഉണ്ടായിട്ടില്ല. അത് വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയാണ്. നമ്മുടെ ആദ്യം പോലെ തന്നെ പാർട്ടി അധ്യക്ഷൻ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. സൂചിപ്പിക്കേണ്ടത് അതെ, നമ്മുടെ ഒരു പാർട്ടിയുടെയും ഇതല്ല ഈ സിനിമ. ഇത് ഏത് പാർട്ടിക്കാർ കണ്ടാലും ഇത് നമ്മുടെ സിനിമയാണെന്ന് തോന്നണം. ഏത് പാർട്ടിക്കാർ കണ്ടാലും പ്രധാനമായിട്ട് നമുക്ക് ആളുകൾ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പലരും പറഞ്ഞു. അത് ഒരു സന്തോഷമുള്ള കാര്യം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാർക്ക് ആഗ്രഹമുണ്ടോ? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാർക്ക് ആഗ്രഹമുണ്ടോ?
അല്ല, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കായ്ക്കും എന്റെ ആഗ്രഹം. അടുത്ത് തന്നെ ഇങ്ങനെ പുറത്തോട്ട് കൊടുത്തു രഹസ്യമായിട്ട് ഉറപ്പാണെങ്കിൽ ഞാൻ പിന്മാറിയേക്കാം. ചോദിക്കട്ടെ. ഈ ഒരു ചോദ്യത്തിന് answer നമുക്ക് പറഞ്ഞു. പറയുമല്ലോ അല്ലേ? ഇക്കൂട്ടത്തില് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് മാത്യു തോമസ്. വോട്ടവകാശം ആയിട്ടുണ്ടോ, ഇത്തവണ ഉണ്ടോ? ഈ ഒരു റൈറ്റ് ടു റീകോൾ എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ വരേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് മാത്യു അതിനെ കാണുന്നത്? വോട്ടവകാശം ആവുന്നേ ഉള്ളൂ. അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. അല്ല, എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ആരും ഇതിൽ നിൽക്കാനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ലേ, ചേട്ടനും ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ എനിക്കും നല്ലതായിരിക്കില്ല. അങ്ങനെ നമുക്കൊരു ആള് ശരിയല്ലാതെ തോന്നിയാൽ മാറ്റാനുള്ള ഒരു അവസരം, അത് 5 വർഷം കാത്തു നിൽക്കണ്ടേ. ആ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എനിക്കും. മമ്മൂക്ക യഥാർത്ഥത്തിൽ ഓഫ് സ്ക്രീൻ ഒരു സ്റ്റൈലിഷ് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാൻ നേരത്ത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിന് വന്നപ്പോൾ മുടി ബാക്കി കെട്ടി ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട്, പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് വന്നപ്പോഴേക്കും എന്താണ് ബ്ലാക്ക് കളർ ജുബ്ബ, മുടി ബാക്കി കെട്ടി, മീശയൊക്കെ പിരിച്ചു വെച്ച്, അങ്ങനെ ഒരു പല ലുക്കിലും പല ഗെറ്റപ്പിലുമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അതിനെ ആഘോഷിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഫാഷനെ ഇത്ര, ഞങ്ങൾ പോലും യഥാർത്ഥത്തിൽ അത്രയൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. രാവിലെ നമുക്ക് തോന്നുന്നു, രാവിലെ മുടി ചെയ്യുമ്പോൾ ഒരു സമയം എടുത്തു പിന്നെ പുറകെ കിട്ടിച്ചേക്കാം. മറ്റേ ഷർട്ടും പാൻറ്റും തേച്ച് വരാൻ സമയം എടുത്തപ്പോൾ ഒരു മുടി ഷർട്ട് കിട്ടും. അപ്പോഴത്തേക്ക് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല, അങ്ങനെ ഒത്തു വന്നാൽ ഭാഗ്യം. മുരളീചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമോ? മുരളീചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പ്ലേയിങ് ഓപ്പോസിറ്റ് മമ്മൂക്ക. അല്ല, ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഓണർ ടു ഷെയർ ദ സ്ക്രീൻ വിത്ത് ഹിം. എപ്പോഴും അത് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് മമ്മൂട്ടി സാർ. അപ്പോൾ നാച്ചുറലി അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനും അദ്ദേഹത്തിന് വേണ്ടി എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിലും ഒരു വലിയ ഓണറായിട്ടാണ് ഞാൻ കരുതുന്നത്. വെരി സൂൺ മുരളീചേട്ടൻ്റെ റൈറ്റിംഗിൽ ഒരു പടം വരുന്നുണ്ട്. ഞങ്ങൾ ഒരെണ്ണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എഴുതുന്നത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ തുടങ്ങാം. മുരളീചേട്ടൻ യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി, പൃഥ്വിരാജ് ഡയറക്ടറായി, മമ്മൂക്ക നായകനായിട്ടുള്ള ഒരു ചിത്രം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് മുരളീചേട്ടൻ തന്നെ കൺഫേം ചെയ്യുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ ആഗ്രഹങ്ങളൊന്നാണ്. അപ്പൊ ആഗ്രഹം പറഞ്ഞു. ജോജു ചേട്ടനെ കൊണ്ടുവന്നതിൽ മമ്മൂക്ക വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട് ആസ് എൻ ആക്ടർ. ഞാൻ നോക്കി കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഇപ്പൊ ഒപ്പത്തിനൊപ്പം നിന്ന് നല്ലൊരു കൂട്ടുകാരനായിട്ട് എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ ആ ഒരു ജോജു ചേട്ടന്റെ വളർച്ചയിൽ എങ്ങനെ നോക്കിക്കാണും? പിന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവന്ന ആളായാലും അല്ലെങ്കിൽ ശരി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളൊപ്പം ആകുന്നതാണ് ഇപ്പോഴും. അഭിനയം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഞാനൊരു വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുടെ അഭിനയം നമ്മുടെ അഭിനയത്തിന് പ്രചോദകമാകുക എന്നുള്ള വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് കൂടുതലും. ജോബി ആ കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കാം. മമ്മൂക്കയുടെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ടി ദാമോദരൻ മാഷ്, ഐ.വി. ശശി, അവരുടെ കൂട്ടുകെട്ടിൽ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഡ്രാമാസ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ സന്തോഷ് ചേട്ടനൊപ്പം വരുമ്പോൾ ഇങ്ങനെ ഒരു യങ്ങ ടീമിനൊപ്പം ജോയിൻ അപ്പ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ തോട്ട്സ് എന്താണ്? അല്ല, ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കാലഘട്ടത്തിലുള്ളതല്ല, ഇതൊരു വേറെ തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള സിനിമയാണ്. ഓരോ മാസ്റ്റർ ഉള്ളത് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള അന്ന് അവർക്ക് അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സിനിമ. അവരെ കുറിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സാമൂഹിക വിമർശനങ്ങളാണ് ആ സിനിമ. അവരെ കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ ഒരാൾ ജനിച്ച ദിവസം ഒരാൾ മരിച്ച ദിവസമായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കഥ പറയാൻ നേരത്ത് പിണറായി വിജയനുമായിട്ട് സാമ്യം വരാൻ പല ചാൻസസും ഉണ്ട്. അപ്പം കടക്കൽ ചന്ദ്രൻ പിണറായി വിജയനെ ആകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതലുകൾ ചെയ്തിട്ടുണ്ട്? ഇതില് ഞങ്ങൾ ആദ്യം ഈ കഥ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല, ജീവിച്ചിരിക്കുന്നതോ ഇപ്പൊ ഇല്ലാത്തതോ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടൊരു സിമിലാരിറ്റി വരരുതെന്നും, ഒരു എക്സിസ്റ്റ് ചെയ്യുന്നതോ അല്ലാത്ത ഒരു നേരത്തെ ഉള്ളതോ ഇപ്പൊ ഉള്ളതോ അല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടും ഒരു ബന്ധം ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. കാരണം
പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഇന്ന പാർട്ടിയുടെ കഥയാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കഥയാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് വരെ ഇങ്ങനത്തെ പല അഭ്യൂഹങ്ങളും ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ ഇത് റിലീസായി കഴിഞ്ഞ് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് ഇന്നാരെ പോലെയാണ് നമുക്ക് അവതരിപ്പിച്ച ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ഇന്ന സംഭവമായിട്ട് സാമ്യമുണ്ട്. അതൊരു കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ഈ സിനിമയിൽ ഒരു ഇമാജിനറി പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, പ്രതിപക്ഷമുണ്ട്. അവരുടെ പേരുകൾ പോലും ആ പാർട്ടിയുടെ പേരുകളോ ആ പാർട്ടിയുടെ ഒരു കൊടിയുടെ നിറം പോലും ഞങ്ങൾ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അതുപോലെ നിഷ്പക്ഷമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ ഒരുക്കിയത്. അത് നമ്മളൊക്കെ തന്നെ ഈ കഥ സബ്ജക്ട് മമ്മൂക്കയോട് പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഒരു നിലവിലുള്ളൊരു പാർട്ടിക്കാർ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ അല്ലെങ്കിൽ മുമ്പുള്ളതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത മുമ്പ് ചെയ്ത ക്യാരക്ടറായിട്ടോ ഒരു സാമ്യം ഉണ്ടാകാൻ പാടില്ല. എന്റെ കടകളിലുള്ള ക്യാരക്ടറിലും സ്ക്രിപ്റ്റിലും അത് തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്, തന്നെയാണ് മമ്മൂക്കയൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഈ ആശയം റൈറ്റ് ടു റീകോൾ എന്ന ആശയം ഇത് സിനിമ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നടന്നത്. മമ്മൂക്ക ഈ സിനിമയോട് ഈ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിച്ചു. ആ സമയത്ത് ഇത് സിനിമ ആവണം, ഇത് സംസാരിക്കണം എന്ന് പറയുമ്പോഴാണ് ഈ സിനിമ ഉണ്ടായത്. ഒരു പക്ഷേ മമ്മൂക്ക അന്ന് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാവില്ലായിരുന്നു. സിനിമയുടെ റിലീസിംഗും തിരഞ്ഞെടുപ്പുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്? അതായത് നേരത്തെ തീരുമാനിച്ചാണോ അതോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രാധാന്യം വരും? അത് തീരുമാനിച്ചത് നമ്മളല്ല, കൊറോണ തീരുമാനിച്ചത് ഇപ്പൊ റിലീസ് ചെയ്യുന്നുള്ളത്. ഒന്നും നമ്മുടെ കയ്യിലില്ല. എങ്കിലും ഇതിനോടനുബന്ധമായിട്ട് ചോദിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇതിനോട് അത്രമാത്രം കണക്റ്റഡ് ആയ ഈ ഒരു സബ്ജക്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതൊരു താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് സിനിമയാണ്. ഇത് സിനിമ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രൊഡ്യൂസറെ കാശ് മുടക്കി എടുക്കുന്നതാണ്. പ്രൊഡ്യൂസർ കാശ് തിരിച്ചു കിട്ടണം. നമ്മൾ ആദർശങ്ങൾ പറയാനല്ല സിനിമ. ഇത് എൻജോയ് എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടി ചെയ്ത സിനിമ അത്. അപ്പൊ അത് അതിന്റെ രീതിയിൽ കാണാം. അത് നമ്മൾ പറയേണ്ട ഒരു സബ്ജക്ട് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ആരും പഠിപ്പിക്കാനായിട്ടുള്ളതല്ല. ഇത് എന്റെ ചിലരെ കണ്ട് ആസ്വദിക്കും, റിലാക്സ് ആസ്വദിക്കാൻ വേണ്ടിയുള്ള സിനിമ മാത്രമാണ്. അതും രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഒരു ബന്ധമോ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയില്ല. അത് ഓരോരോ നമ്മുടെ ആദർശങ്ങൾ പറയാൻ സിനിമയാണെന്നില്ല, അവർ വേറെ പ്ലാറ്റ്ഫോമുണ്ട്. ഇത് സിനിമ ആകുമ്പോൾ എന്റർടൈൻ ആണ്. അപ്പൊ അതിന്റെ രീതിയിൽ കാണാവുന്നേ ഉള്ളൂ. നമുക്കതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ എന്ന രീതിയിൽ വന്ന കഥ പറയുമ്പോൾ അശോക് രാജ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, എന്നെയല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളാണ്, ആ കഥാപാത്രങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ന് മമ്മൂക്കയുടെ അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കുറച്ചൊക്കെ ആ ഒരു സ്വാധീനം ഈ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ആ രീതിയിൽ. അത് ഇത് ഞങ്ങളുടെ ആദ്യം എന്റെയും ബോബി സഞ്ജയുടെ മനസ്സിലുണ്ടായ ഇമാജിനറി ക്യാരക്ടറിനെ കളിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ ചിന്ത, എന്റെ ആഗ്രഹം അതാണ് ഈ കടക്കച്ചന്ദ്രൻ, നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള റോൾ മോഡൽ. ഇത് സംഭവിക്കാതിരിക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്ന, കേരളം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതെങ്ങനെ ആവണം എന്നുള്ളതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നു അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. ഇത് നമ്മൾ സിനിമയിൽ നമ്മൾ പറയുന്നവരാണ് കഥാപാത്രങ്ങൾ പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ തീരുമാനിക്കുകയാണ്. പക്ഷെ റിയലായിട്ട് അങ്ങനെയല്ല. ഓരോ ദിവസം ഓരോ ഇൻസിഡന്റ് വന്ന് അതിനെ ഫേസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരതിനെ ഫേസ് ചെയ്യണം. നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ സിനിമ പോകും, അതിലാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ റിയലായിട്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. റിയലും സിനിമ രണ്ടാണ്. അതാ പറഞ്ഞത്, ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിനിമ തന്നെയാണ്. ഇൻസ്പയർ ആവാം, ഇങ്ങനെ ഒരു മുഖ്യം ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. ഇത് എന്റെ ആദ്യം പറഞ്ഞ ബോബി സഞ്ജയിലെ ഇവരാണ് എടുത്ത് ആദ്യമായിട്ട് 4 വർഷം മുമ്പ് ഒരു ലൈനാണ് അതിലുണ്ടല്ലോ, കേരള മുഖ്യമന്ത്രി മെയിൻ കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് പുള്ളിക്ക്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. അവിടെ നിന്ന് മമ്മൂക്ക പോലും അറിയിട്ടില്ല. 1.5 വർഷത്തോളം സ്ക്രിപ്റ്റിന്റെ പുറകെ മമ്മൂക്ക അറിയില്ല എനിക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് തയ്യാറാവുന്നത്. ഇത് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് ആയ ശേഷമാണ് മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്തത്. ഈ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്ന സമയത്ത് മമ്മൂക്ക നമ്മൾ സ്വാധീനിക്കാൻ തുടങ്ങി. മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയൊക്കെ എന്നിലും ഈ ഇവരെ എഴുത്തിലെല്ലാം സ്വാധീനിക്കാൻ തുടങ്ങി. പിന്നെ മമ്മൂക്കല്ല വേറെ ആൾ ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്തപ്പോ മമ്മൂക്കയുടെ മനസ്സിലും കടക്കച്ചന്ദ്രന്റെ ക്യാരക്ടർ കയറി കഴിഞ്ഞു. പിന്നെ നമുക്കുള്ള ഈസിയായി ഈ സബ്ജക്ട്. നമുക്ക് പ്രീസ്റ്റ് വന്നു, വൺ വന്നു, രണ്ടും വലിയ വിജയമായി. ഇനി ബിലാൽ വരുന്നു, CBI 5 ഉണ്ടാവും. ഷൂട്ടിംഗ് എളുപ്പമാകുന്ന ഒരു അവസ്ഥയിലാണ്. CBI 5 പ്രതീക്ഷിക്കാമോ? ഒരുപാട് CBI ഉണ്ടാവും, പ്രതീക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല. ഭീഷ്മർ യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഒരു കട്ട മാസം പ്രതീക്ഷിക്കാം. തിയേറ്റർ ഇളക്കി മറിക്കും. തിയേറ്ററിൽ കുടിച്ചാൽ അതായത് ഇളക്കി മറിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ
മാസ് എന്റർടൈനർ തന്നെയായിരിക്കും. അങ്ങനെ ഞാനതെങ്ങനെ പോയി, നമുക്ക് അതിൻ്റെ ഒരു മീറ്റിംഗിൽ കാണാം. കഴിഞ്ഞ തവണ മമ്മൂക്ക ഞങ്ങളെ കമ്പനി വെച്ചപ്പോൾ കൂടെ മഞ്ജു വാര്യരുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ ചിത്രം ഇടുന്നത് വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വളരെ വലിയ ഡയമെൻഷനിൽ വലിയ ലെയറുകളിൽ ആ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. മമ്മൂക്കയാണ് സാറിന് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. എന്തെങ്കിലും ടിപ്സ് മഞ്ജു വാര്യർക്ക് ഇക്കാര്യത്തിൽ? മഞ്ജു വാര്യർ ഫോട്ടോഗ്രാഫി ഞാനല്ലേ ചെയ്യും, ഞാനാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ എനിക്കല്ലേ ടിപ്സ് തരണ്ടേ. അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് മഞ്ജു നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ലൈറ്റാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അവരതിനോട് അനുകൂലിച്ചു, സഹകരിച്ചു. അതുകൊണ്ടാണ് ഫോട്ടോ വന്നത്. ആ ചിത്രം കൂടാതെ മറ്റൊരു, പക്ഷേ ഞാനത് അവർക്കെന്നെ കൊടുത്തു. ഞാനതൊന്നും അത് കൂടാതെ പക്ഷേ ഈ യങ്ങറായി സൂക്ഷിക്കാൻ വേണ്ടേ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചിത്രം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഈ ചതുർമുഖമായിട്ട് ബന്ധപ്പെട്ട സിനിമയുടെ ഇതായി ബന്ധപ്പെട്ട് വന്ന ചിത്രമാണ് അത്. അതിനകത്ത് പ്രായം വളരെ കുറഞ്ഞു വരുന്നു. മമ്മൂക്കയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മഞ്ജു വാര്യരുടെ പ്രായം കുറഞ്ഞു വരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രം ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. മമ്മൂക്കയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ ആണോ അത് എന്തെങ്കിലും? നമുക്ക് അത് പോയി, എനിക്കൊന്നുമില്ല അതിന് പറയാം. നമുക്ക് ദുൽഖർ പടം കണ്ടിരുന്നു, വൺ പ്രീസ്റ്റ്. അതിൻ്റെ കൂടിയിലൂടെ രണ്ടെണ്ണം അറിഞ്ഞൂടെ. ചോദ്യം ബോബി ചേട്ടനോടാണ്. ഇതിലൊരു മെഡിക്കൽ കണ്ടീഷൻ പറയുന്നത് സിനിമയിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നത്. അത് പിന്നീട് സ്ക്രിപ്റ്റിൽ വന്ന് പിന്നെ ത്രൂഔട്ട് വന്നില്ല. അതിന് ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായില്ല. കട്ട് ചെയ്താണോ? അല്ലല്ല, അത് ആ മെഡിക്കൽ കണ്ടീഷന് ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്കൊരു BP-യുടെ അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളുണ്ടല്ലോ ആൾക്കാർക്ക്. അതിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു എയിൽമെന്റിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് അതിൽ ഉദ്ദേശിച്ചത്. അതിനൊരു ഗുരുതര അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ഡിസീസോ ഒന്നും അല്ല എന്നുള്ളതും ഇന്റർവെല്ലിന് ശേഷമുള്ള ബാലേന്ദ്ര മേനോൻ സാറിന്റെ സീനിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. ഗായത്രിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വിത്ത് മമ്മൂക്ക? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒപ്പീനിയനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂവിയെ പറ്റിയാണെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ മെസ്സേജസും റിവ്യൂസും ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ഗായത്രി ഇപ്പോൾ അതുപോലെ ഇപ്പോൾ എല്ലാവരും സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗായത്രി സംസാരിച്ചത്. ഇപ്പോൾ റൈറ്റ് ടു റീകോൾ എന്നുള്ള പുതിയ ആശയം രാഷ്ട്രീയത്തിൽ വരുമ്പോഴും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ കടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആസ് എ ലേഡി ഒരു രാഷ്ട്രീയത്തിലേക്ക് അവർക്കും കടന്നു വരാനുള്ള അവസരം ഉണ്ടെന്നാണ് കടന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കടന്നു വരണം സ്ത്രീകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇതുപോലൊരു സംസ്ഥാനത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിംഗിലാണ്. അത് തീർച്ചയായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വരും വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വൺ അനൗൺസ് ചെയ്ത സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് ഡയറക്ടറിയോ ഇൻഡയറക്ടറിയോ എന്തെങ്കിലും സ്ത്രീകളോ മെസ്സേജോ വന്നിരുന്നത്, അല്ലെങ്കിൽ മോശമായി കാണിച്ചിരുന്നത്, അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ? കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഷ്ട്രീയം, സിനിമയും ചർച്ച ചെയ്ത രാഷ്ട്രീയം. പക്ഷെ മമ്മൂക്ക രാഷ്ട്രീയപരമായ ചോദ്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാവും. സിനിമയിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ. എന്റെ സിനിമാ പ്രവർത്തനമാണ് രാഷ്ട്രീയം. കേരളത്തിലെ പുതിയ തരം ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുകയാണ് കിഴക്കമ്പലത്തൊക്കെ. അതിനെയൊക്കെ ആ തരത്തിലൊരു പരീക്ഷണങ്ങളാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. എന്നാലും പുതിയൊരു പരീക്ഷണമല്ലേ സിനിമയിൽ? പരീക്ഷണങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോയി അതൊന്നും നടത്താൻ പറ്റില്ല. അപ്പൊ ഇത് സിനിമയും വേണ്ടേ? മമ്മൂക്കൊക്കെ മുഖ്യമന്ത്രി അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയും ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തില് മമ്മൂക്ക നായകനാകിയാണ്. അതോടൊപ്പം പാർവതിയും ഉണ്ട് ആ പടത്തിൽ. അതിനെങ്ങനെ നോക്കിക്കാണുന്നു മമ്മൂക്ക ആ പ്രൊജക്റ്റിന്? അത് തുടങ്ങാം, ഇത് കഴിഞ്ഞാൽ തുടങ്ങാം. പാർവതിയായിട്ടൊരു പ്രൊജക്ട് പുറകിലിരിക്കുന്ന ബിനുചേട്ടനോടാണ്. സിനിമയിൽ ത്രൂ ഔട്ട് നമുക്കിടെ കൂടെ ഓടും ചാടും ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് ഗുഡ് എക്സ്പീരിയൻസ്. സന്തോഷം.
ഓപ്പറേഷൻ ജാവാൻ പപ്പുചേട്ടൻ സന്തോഷേട്ടാ, ഇപ്പോ ക്യാരക്ടറിൽ കടക്കൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ചില പ്രധാനപ്പെട്ട സീരിയസിലൊക്കെ ആസ് എ പേഴ്സൺ മമ്മൂക്ക എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന രീതിയിൽ ചില ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ആ ക്യാരക്ടർ. പിന്നെ അവരുടെ കല്യാണത്തിനും അനിയത്തിയുടെ കല്യാണത്തിന് പോകുമ്പോൾ അപ്പോൾ അത് ബോധപൂർവമിട്ടതാണോ എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി പണ്ടുപോലെ മമ്മൂക്ക ഫാനാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂക്ക സിനിമ കേരളം തന്നെ വേണമെന്ന്. പക്ഷേ ഈ സബ്ജക്ട് ഡിമാൻഡിന് അപ്പുറം ചെയ്യാൻ പറ്റില്ല. ആ സബ്ജക്ട് ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂക്ക അല്പം ഇമോഷണൽ ആവുന്നതോ എന്ന് തൊണ്ടയിടർന്നൊക്കെ ആൾക്കാരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. ഭയങ്കര ഫീലാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടിയ സാധനങ്ങൾ. അതൊക്കെ എന്റെ സിനിമയിൽ എവിടെയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അത് മുളച്ചു നിൽക്കാതെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അവരാണ് പറയേണ്ടത് മുളച്ചു നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് അവരാണ് പറയേണ്ടത്. ഇത് എഡിറ്ററാണ്. നിങ്ങളൊരു ചോദിക്കാം. വലിയ വായ ഇപ്പൊ തന്നെ ഇതെല്ലാം ക്ലിയറായിട്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ രണ്ടാമത്തെ ചിത്രമാണ്. ഉണ്ടാന്ന് പറയുന്ന പടമാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ ജാവയുടെ രണ്ടാമത്തെ പടമാണ്. എന്താ പറയാ, വളരെ നന്നായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അത്ര തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ വെച്ച് മമ്മൂക്കയുടെ ഒത്തിരി പഞ്ച് ഡയലോഗ്സും അടിപൊളി ഫീൽ ഗുഡ് കുറെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഈ എഡിറ്റിംഗ് സമയത്ത് ഞങ്ങൾ കാണാത്ത എന്തെങ്കിലും അടിപൊളി സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടോ? ഡിലീറ്റഡ് ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഒരു സീനുണ്ടോ മുരളിച്ചേട്ടൻ യഥാർത്ഥത്തില് ഒരു ചില ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ നേരത്ത് മുരളിച്ചേട്ടൻ തന്നെ കാണാത്ത രീതിയിലേക്കുള്ള ഒരു അഭിനയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ആ അർത്ഥത്തില് ഒരു എന്താണ് മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു കുലപതിയുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പ്രതിനായക വേഷം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചെയ്യാമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. പിന്നീട് അതെങ്ങനെ സ്ക്രീൻ സ്പേസ് വരാൻ നേരത്തും എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മെത്തേഡ് ആക്ടിങ്ങിന്റെ മാത്രം മാസ്റ്റർ അല്ലല്ലോ. അതൊരു മെത്തേഡ് മാത്രമാണ്, ഒരു അപ്രോച്ച് റൂട്ട് മാത്രമാണ്. ഞാൻ പല രീതിയിലുള്ള ആക്ടിങ് മെത്തേഡ്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആശങ്കയോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ കഥാപാത്രം ചെയ്യുക, എന്റേതായ രീതിയിൽ ചെയ്യുക എന്ന് മാത്രം ആണ് അവർ നോക്കുന്നത്. രണ്ടുപേരും യുദ്ധത്തിന് വരുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യാന്നുണ്ടോ? നമുക്ക് അവസാനിക്കാൻ പോവാ. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? പിന്നെ പറഞ്ഞ മറുപടി കിട്ടിയില്ല. കൃത്യമായിട്ടൊരു മറുപടി കിട്ടല്ലേ? അല്ല എന്താണ് അല്ല മമ്മൂക്കായെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് വേണമെന്ന് മമ്മൂക്ക സ്വയം ആഗ്രഹിക്കുന്നുണ്ടോ? സിമ്പിളായി ചോദിച്ചല്ല. സിനിമയിലെ ആ മുഖ്യമന്ത്രി അതാണല്ലോ ആളുകൾ ഇഷ്ടപ്പെട്ട ആ മുഖ്യമന്ത്രിയെ കടക്കൽ ചന്ദ്രനാണ് ഇഷ്ടപ്പെട്ടത്. അല്ല മമ്മൂക്കാക്ക് അത്രയും ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. ഒരിക്കലുമില്ല. കടക്കൽ ചന്ദ്രനെ പോലെ ഒരു മുഖ്യമന്ത്രി ആകാൻ ഒരു വോട്ടർ എന്ന നിലയിൽ ആഗ്രഹമുണ്ടോ? അല്ല, കടക്കൽ ചന്ദ്രൻ എന്നൊരു മുഖ്യമന്ത്രി അതാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരത്തിലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണമെന്ന് മമ്മൂക്ക ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ പിടിയരാതാണ് ലൊക്കേഷനിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ സെഷൻ. അതിന് മുമ്പ് നമ്മളൊരു കേക്ക് കട്ടിംഗ് ഉണ്ട്, സെലിബ്രേഷൻ എല്ലാവരും ജോയിൻ ചെയ്യണം.